സർ, കുട്ടികളാണല്ലോ ഒരു സമൂഹത്തിൻ്റെ ഇനി ഭാവി സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾ പലരും ലഹരിയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടായിരിക്കും ഇവർ ഈ ജീവിതം എന്നുള്ളൊരു ലഹരി ഉപേക്ഷിച്ച് മറ്റ് ലഹരി വസ്തുക്കളിലേക്ക് പോകുന്നത്? അത് തടയാൻ നമുക്ക് രക്ഷകർത്താക്കൾക്കായാലും ഡോക്ടർമാർക്കായാലും സമൂഹത്തിനായാലും അതിനെന്ത് ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ സാർ ഇതുവരെയുള്ളൊരു ചികിത്സാ അനുഭവത്തിൽ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ലഹരി മാനസിക രോഗത്തിലേക്ക് നയിക്കുന്നതിൽ, അഥവാ മാനസിക രോഗികൾ ലഹരി ഉപയോഗിക്കുന്നതിൽ അത് എത്രത്തോളം സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്? അതിൽ നിന്ന് നമുക്ക് പൊതുജനത്തെ അല്ലെങ്കിൽ കുട്ടികളെ മോചിപ്പിക്കാൻ പൊതുസമൂഹത്തോട് സാറിന് പറയാനുള്ള ഒരു സന്ദേശം കൂടി കിട്ടിയാൽ കൊള്ളാം. ലഹരി ഉപയോഗം എന്ന് പറയുന്നത് വളരെ ഒരു സങ്കീർണമായ ഒരു പ്രശ്നമാണ്. അത് കാലാതീതമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. മനുഷ്യൻ സമൂഹമായിട്ടൊക്കെ ജീവിച്ചു തുടങ്ങിയ കാലഘട്ടം മുതലേ മനുഷ്യൻ അവരുടെ സാധാരണ ചിന്തയെയും സാധാരണ പ്രവർത്തനങ്ങളെയും സാധാരണ ഉറക്കത്തെയും സാധാരണ ഇമോഷൻസിനെയും ഒക്കെ വ്യത്യാസപ്പെടുത്തുന്ന, അതിനെ മന്ദീഭവിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഉത്തേജിപ്പിക്കുന്ന, സാധാരണ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ വ്യത്യാസപ്പെടുത്തുന്ന എന്തെങ്കിലും പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ശീലമാണ്. മുൻകാലങ്ങൾ മുതലേ പലതരം പച്ചിലകൾ, ചെടികൾ, പലതരം മദ്യങ്ങൾ പലതും ഇങ്ങനെ ആൾക്കാർ ഉപയോഗിച്ച് വരുന്നവരെ കാണാം. അത് വളരെ നൂറ്റാണ്ട് എല്ലാ സംസ്കൃതികളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും മനുഷ്യർ ഇപ്രകാരം അത് റിക്രിയേഷന് വേണ്ടിയായിരിക്കാം, ഉറക്കം കിട്ടാൻ വേണ്ടിയായിരിക്കാം, തൊഴിൽ കഴിഞ്ഞിട്ട് ക്ഷീണം മാറ്റാനായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആഘോഷവേളകളിൽ ആഘോഷം കുറേ കൂടി ഉത്സാഹമാക്കാൻ വേണ്ടിയായിരിക്കാം, ഇങ്ങനെയെല്ലാം ഒരു ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച കുറച്ച് സാധനങ്ങളുണ്ട്. ഒരു പക്ഷേ ആധുനിക കാലത്ത് ആധുനികമായ പുതിയ ചില മയക്കുമരുന്നുകളും കൂടെ ഇതിനകത്ത് വന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം, ഈ പദാർത്ഥങ്ങൾ ഒരു റിക്രിയേഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു 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 ആഘോഷ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിലും ഈ പദാർത്ഥങ്ങൾ മദ്യമാകട്ടെ മറ്റ് ലഹരി പദാർത്ഥങ്ങളാകട്ടെ ഇതെല്ലാം തന്നെ മസ്തിഷ്കത്തെ സ്വാധീനിക്കുകയും മസ്തിഷ്കത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടാക്കുകയും മസ്തിഷ്കത്തിലെ ബ്രെയിനിലെ ചില സർക്യൂട്ടുകളെ അത് ഹൈജാക്ക് ചെയ്യണമെന്ന് പറയാം, അത് ബാധിക്കുകയും ഈ വ്യക്തിയുടെ തന്നെ ഒരു ആത്മനിയന്ത്രണത്തിൽ നിൽക്കാത്ത തരത്തിൽ അതിലേക്കുള്ള ആസക്തിയും ഒക്കെ കൂടുകയും നിരന്തരമായിട്ടത് ഉപയോഗിക്കുകയും അതിൽ നിന്ന് പിന്മാറാൻ കഴിയാതെ വരികയും അത് ഇദ്ദേഹത്തിനെ അടിമപ്പെടുത്തുകയും രോഗാതുരനാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. ആൽക്കഹോളായാലും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ആൽക്കഹോളാണ് ഒരു പ്രധാനപ്പെട്ട ലഹരി. പിന്നെ ടൊബാക്കോ ഉൽപ്പന്നങ്ങൾ, പുകവലി, സിഗരറ്റ്, ബീഡി, അതുപോലെ പാൻ, അതിനകത്തെല്ലാം ടൊബാക്കോ ഉൽപ്പന്നങ്ങളാണ് അതിനകത്തും ഉള്ള ഒരു നിക്കോട്ടിനാണ് അതിനകത്തും ലഹരി ഉണ്ടാക്കുന്നൊരു പദാർത്ഥം. പിന്നെ കഞ്ചാവ്, മദ്യം കഴിഞ്ഞാൽ കഞ്ചാവാണ് വളരെ കോമൺ ആയിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു പദാർത്ഥം. പിന്നെ ഈ ഓപ്പിയോയിഡ് വിഭാഗത്തിൽപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങൾ, ഈ നമ്മൾ ബ്രൗൺ ഷുഗർ എന്ന് വിളിക്കുന്ന ഓപ്പിയോയിഡ് ലഹരി, ഡയസറ്റൈൽ മോർഫിൻ, പെറ്റിഡിൻ, പെൻഡസോസൈൻ തുടങ്ങി ചികിത്സാരംഗത്ത് ഡോക്ടർമാർ ആശുപത്രികളിൽ വേദന സംഹാരിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചില തരം സാധനങ്ങൾ, അതിൻ്റെയൊക്കെ പല ഡെറിവേറ്റീവ്സ്, ബ്രെയിൻ സ്റ്റിമുലൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ, കൊക്കെയിൻ ഒക്കെ നമുക്കിവിടെ വളരെ അധികം ഇല്ല, ആംഫെറ്റമീൻസ്, അതുപോലെ ഈ പുതിയ MDMA അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അതായത് ഈ പുതിയ സാധനങ്ങളെന്ന് പറയുന്നത് കൂടുതലും സിന്തറ്റിക്കായിട്ടുള്ള കന്നാബിനോയിഡ്സോ സിന്തറ്റിക്കായിട്ടുള്ള സ്റ്റിമുലൻറ്റുകളോ ആണ്. ഈ ആംഫെറ്റമീൻ, മീഥൈൽ ആംഫെറ്റമീൻ, ഡെക്സ്ട്രാംഫെറ്റമീൻ എന്നൊക്കെ പറഞ്ഞ പോലെ അതിൽ നിന്നുള്ള ഒരു ഡെറിവേറ്റീവാണ് ഈ മെത്തിലിൻ ഡയോക്സൈഡ്, മെത്താംഫെറ്റമീനൊക്കെ, MDMA ഒക്കെ. അത് തന്നെ വേറെ പല പേരിലും സ്റ്റിമുലൻസ് മറ്റു പല രീതിയിലും പേരിലും ലഭ്യമാണ്. ഈ കന്നാബിസുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട പല രാസപദാർത്ഥങ്ങളും ലബോറട്ടറി ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഇത് പേരുകൾ മാറുകയും ഇതൊക്കെ വളരെ രഹസ്യമായി ഇതിൻ്റെ വിപണനവും വ്യാപനവും നടക്കുകയും ഇത് രഹസ്യമായിട്ടുള്ള സൈറ്റുകളിലൂടെ ഇത് ഓൺലൈനിൽ പോലും വിൽപ്പന നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. പുതിയ പല മയക്കുമരുന്നുകളും 30-40 വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞാൻ കണ്ടിട്ടില്ലാത്ത സാരകളുണ്ട്. ഇപ്പം മദ്യവും കഞ്ചാവും ഈ ബ്രൗൺ ഷുഗറും ഹീറോയിനും അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ MDMA അല്ലെങ്കിൽ അതുപോലുള്ള പുതിയ ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ പലതും ഈ സിന്തറ്റിക് കന്നാബിനോയിഡ്, സിന്തറ്റിക് സ്റ്റിമുലൻസ് അതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. കൊക്കൈൻ ഒക്കെ, ഈ LSD അതൊക്കെ നേരത്തെ ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ വലിയ വ്യാപകമല്ല, എൻ്റെ വർദ്ധിച്ച വില കാരണവും ഒക്കെയാണ് അത് വ്യാപകമല്ലാത്തത്.
ഈ MDMA ഒക്കെ അടുത്ത കാലത്ത് കുറച്ചൊരു വ്യാപകമായിട്ട് നന്നായിട്ട് അറിയാം. മറ്റ് പലരും പല മയക്കുമരുന്നുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് പലപ്പോഴും കണ്ടുവരുന്നത്. അഡിക്ഷൻ കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കൂടുതലും മദ്യപാനത്തിന് ചികിത്സ എടുക്കുന്നവരെയാണ് അവിടെ കാണുക. കൂടെ ടുബാക്കോ, പുകവലി അല്ലെങ്കിൽ തമ്പാക്ക്, ശംഭു അതൊക്കെ വയ്ക്കുന്ന ആളുകളും, കുറച്ച് കന്നാബിസ് യൂസ് ചെയ്യുന്നവരും. പിന്നെ ചെറുപ്പക്കാർ, അഡോളസൻ്റ് പ്രായത്തിലുള്ള കുട്ടികളെയാണ് പലപ്പോഴും കന്നാബിസും മറ്റ് ഈ MDMA അതുപോലെ മറ്റ് പുതിയ ഡ്രഗുകളൊക്കെ ഉപയോഗിക്കുന്നവരായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിപ്പം 20 രോഗികൾ കിടക്കുന്നെങ്കിൽ 19 ആൽക്കഹോൾ അഡിക്ഷൻ ആയിരിക്കും, ഒരാൾ ഇതുപോലത്തെ ആയിരിക്കും. കുറച്ച് പേരെ നമുക്ക് ചികിത്സയ്ക്കായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത്. എല്ലാ മയക്കുമരുന്നുകളുടെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും പ്രത്യേകത അത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ കീഴ്പ്പെടുത്തുകയും ഡിപ്പെൻഡൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ ഒരു മാസത്തിലൊരിക്കൽ കുടിക്കുന്നു, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ കുടിക്കുന്നു, അല്ലെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി കുടിക്കുന്നു, അങ്ങനെയുള്ള ഒരാളിനെയും ഒരു മദ്യപാന ശീലം അതൊരു ആസക്തിയൊക്കെ ആയിട്ട് മാറിയ ഒരു ഡിപ്പെൻഡൻസ് രോഗിയും തമ്മിൽ നമ്മൾ തിരിച്ചറിയുന്നത്, ഒന്ന് തുടർച്ചയായ ഉപയോഗം, 2 അളവ് ക്രമേണ കൂട്ടിക്കൊണ്ട് പോവുക. അതിന് ടോളറൻസ് എന്ന് പറയും. കുറച്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ അളവ് കൂട്ടി കുടിക്കുക. 2 പെഗ് കഴിച്ചിട്ട് ഇരുന്ന ആൾ പിന്നെ അയാൾക്ക് ഒരു 4 എണ്ണം അടിച്ചാലേ ലഹരി കിട്ടുകയുള്ളൂ. അപ്പം വേറെയുള്ളവർ പറയും ഇപ്പം ഈ അണ്ണന് ഭയങ്കര കപ്പാസിറ്റിയാണ്, 6 എണ്ണമൊക്കെ അടിക്കും, പക്ഷേ അവൻ്റെ ടോളറൻസ് കൂടി അവൻ കൂടുതൽ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അപ്പം അതാണ് എൻ്റെ അത് എല്ലാത്തിനും അത് തന്നെ, ആ ഒരു ടോളറൻസ്. പിന്നൊന്ന് കുറയ്ക്കാനോ നിർത്താനോ ചെയ്യണം എന്ന് വിചാരിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്താലും അതിന് കഴിയാതിരിക്കുക. അളവ് കുറയ്ക്കുമ്പോൾ ശരീരം പ്രതികരിക്കുക. അത് വിഡ്രാവൽ സിംറ്റംസ്, ഉറക്കക്കുറവായിട്ടോ ബോഡി പെയിനായിട്ടോ ഏത് പദാർത്ഥമാണോ അതനുസരിച്ച്, മദ്യമാണെങ്കിൽ വിറയലായിട്ടോ ഫിറ്റായിട്ടോ ജന്നിയായിട്ടോ, ഇങ്ങനെ പല രീതിയിലുള്ള വിഡ്രാവൽ സിംറ്റംസ് വരും. അപ്പോൾ ടോളറൻസ്, വിഡ്രാവൽ, ദിവസത്തിൻ്റെ ഭൂരിഭാഗ സമയവും ഈ ലഹരി പ്രൊക്യൂർ ചെയ്യാനും അത് എടുക്കാനും അത് ഉണ്ടാക്കാനും അതിനുവേണ്ടി മാത്രം ചെലവഴിക്കുക. ജീവിതത്തിലെ മറ്റ് തൊഴിൽ, കുഞ്ഞുങ്ങളുടെ പരിചരണം, അതിനെല്ലാം 2ാമത്തെ പ്രയോറിറ്റിയും ഇതിന് മാത്രം 1ാമത്തെ പ്രയോറിറ്റിയും കൊടുക്കുക. പിന്നെ ഇതുമൂലം ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവുക, ഇതുമൂലം കുടുംബ പ്രശ്നങ്ങളുണ്ടാവുക. തീർച്ചയായിട്ടും അവരുടെ കുടുംബവും വളരെ ഒരു ദയനീയാവസ്ഥയിലായിരിക്കും. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല, ഭാര്യ സാറ്റിസ്ഫൈഡ് അല്ല, സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും, അതിന് അങ്ങോട്ട് വാഗ്വാദങ്ങളാവും. സാമൂഹ്യ പ്രശ്നങ്ങൾ, ഈ നാട്ടിലുണ്ടാകുന്ന റോഡപകടങ്ങൾ, കത്തിക്കുത്ത്, കൊലപാതകം, ആത്മഹത്യ, പിടിച്ചുപറി, പീഡനം, കുട്ടികളെ പീഡനം, പോക്സോ, ഇതിലെല്ലാം ഉള്ള പ്രതികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മദ്യമോ മറ്റു മയക്കുമരുന്നുകളോ ഉപയോഗിച്ചിരുന്ന വ്യക്തികളോ ഉണ്ടെന്ന് കാണാം. അപ്പോൾ എല്ലാ സാമൂഹ്യ തിന്മകൾക്കും പിറകിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരാൾ കുടിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ വലിക്കുന്നു, അയാളുടെ പേഴ്സണൽ കാര്യമാണെന്ന് നമുക്ക് എടുക്കാനൊക്കില്ല. അയാൾക്ക് രോഗം വരുന്നു, അത് പുകവലി തീർച്ചയായിട്ടും ഈ പാസീവ് സ്മോക്കിങ്ങിനെ പറ്റി നമുക്കറിയാം. അത്തരം സംഗതികൾ ഈ ലഹരിയെല്ലാം തന്നെ ഈ വ്യക്തിയെയും വ്യക്തിയുടെ കുടുംബാംഗങ്ങളെയും അവിടുത്തെ കുഞ്ഞുങ്ങളെയും എല്ലാം ബാധിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ വലിയൊരു സാമൂഹ്യ പ്രശ്നമാകുന്ന അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ടോളറൻസ്, വിഡ്രാവൽ സിംറ്റംസ്, ഇതിനു വേണ്ടി മാത്രം ജീവിക്കുക, കുടുംബ പ്രശ്നങ്ങളുണ്ടാവുക, നിയമപ്രശ്നങ്ങളുണ്ടാവുക, ഡ്രങ്ക് ഡ്രൈവിംഗ്, കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു, അപകടം ഉണ്ടാക്കുന്നു, പിടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ലഹരിക്ക് വേണ്ടി പൈസ എവിടെന്നെങ്കിലും മോഷ്ടിക്കുന്നു, പ്രൊക്യൂർ ചെയ്യുന്നു, ഇതെല്ലാം ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഈ റോഡിലൊക്കെ മാല മോട്ടിച്ചു കള്ളൻ, അവനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവന് പൈസയ്ക്ക് അത്യാവശ്യമാണ് മോട്ടിക്കുന്നത്, പൈസ അവന് ലഹരി അടിക്കാനായിരിക്കും. അപ്പോൾ അതൊരു വലിയൊരു, ഇനി എന്താ ഇതിന് പോകാൻ വഴി? ഇതൊക്കെ എല്ലാം മോശമാണെന്ന് അറിയാം, ഇതൊക്കെ മോശമാണെന്ന് നമ്മളൊക്കെ പ്രസംഗിച്ചു, ഇതൊക്കെ നിർത്തിക്കൂടെ, സർക്കാർ നിർത്തിക്കൂടെ? ഇതൊരു സർക്കാരിനും ഇതിനെ പൂർണ്ണമായിട്ട് നിർത്താൻ ഒരൊറ്റ മൂല്യമൊന്നുമില്ല. തീർച്ചയായിട്ടും മദ്യത്തിൻ്റെ കാര്യം എടുത്താൽ നമുക്കറിയാം, സർക്കാരിൻ്റെ വരുമാനവും ഇതിൻ്റെ ടാക്സും ഒക്കെ ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ടതൊക്കെയാണ്. നിരോധനം ഒരു നല്ല സക്സസ്ഫുൾ അല്ല. ലോകം മുഴുവൻ പരീക്ഷിച്ചാണ്. അമേരിക്കയിൽ പരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം ഉദാഹരണം, നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്തിൽ നിരോധനമുണ്ട്, പക്ഷേ ഗുജറാത്തിൽ മദ്യം കിട്ടും. കാരണം ഗുജറാത്തിൻ്റെ 4 വശമുള്ള മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം മദ്യവും ലഹരിയൊക്കെ ഉണ്ട്. അതവിടെ ബോർഡറിൽ പോയി ആൾ കുടിക്കും. കേരളത്തിൽ ചാരായം നിരോധിച്ചപ്പോൾ ആൾക്കാർ അവിടെ തമിഴ്നാട്ടിൽ പോയിട്ട് കുടിക്കും. അപ്പം അതിൻ്റെ ഒരു 2-3 ലെവലിലാണ് അതിനെക്കുറിച്ചുള്ള കൺട്രോൾ പറയുന്നത്. ഈ അവയർനെസ്, ഇത്തരം ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലുള്ള പരിപാടികൾ വളരെ വ്യാപകമായിട്ട് വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ഇതിൻ്റെ ഒരു മാരകമായിട്ടുള്ള ഇതിൻ്റെ അനന്തരഫലങ്ങളും, ചികിത്സ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യവും, ഇപ്പം പനിയോ മറ്റ് അസുഖമോ ചികിത്സിക്കുന്നതല്ല. ഇതിന് ഈ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്ക് വന്നിട്ട് ചികിത്സ കഴിഞ്ഞ് 1 മാസം അവിടെ മരുന്ന്, ചികിത്സ, കൗൺസിലിങ്, യോഗ ക്ലാസ്, തെറപ്പി, ഇതെല്ലാം കഴിഞ്ഞ് വെളിയിറങ്ങിയിട്ട് 3-ാം മാസം കഴിഞ്ഞ് പിന്നെയും
കുടിച്ചിട്ട് വരുന്നത് നമ്മൾ കാണുന്നു. അപ്പം ചികിത്സയ്ക്ക് പരിമിതികളുണ്ട്. ബ്രെയിനിന് അത് കീഴടക്കി കഴിഞ്ഞാൽ അത് ചികിത്സയ്ക്ക് പരിമിതികളുണ്ട്. അതും കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇത്തരം പ്രോഗ്രാംസ് വഴി ആളുകൾക്ക് ഇതിനെപ്പറ്റി അവയർനെസ് വരിക, അങ്ങനെ ഇതിൻ്റെ ഡിമാൻഡ് കുറയുക. അതാണ് ഇത് സമൂഹത്തിന് വേണ്ടാതാവുക. ഡിമാൻഡ് കുറയുക, സപ്ലൈ ലിമിറ്റ് ചെയ്യുക. സപ്ലൈയിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ 1-ാം തീയതി തുറക്കില്ല, ഇപ്പോൾ 1-ാം തീയതി തുറക്കാൻ പോകണമെന്ന് പറഞ്ഞു ഷോപ്പ്. അപ്പോൾ അതുപോലുള്ള സ്കൂളിൻ്റെ എത്ര 100 മീറ്ററോ 200 മീറ്ററോ പാടില്ല, അമ്പലത്തിൻ്റെ ഇത്ര മീറ്റർ പാടില്ല, ഇതെല്ലാം പറഞ്ഞാലും കുടിക്കുന്നവൻ കുടി അപ്പുറത്തെ വായിക്കും. അപ്പോൾ അത്തരം നിയന്ത്രണങ്ങൾ, ഡിമാൻഡ് റിഡക്ഷൻ, സപ്ലൈ റിഡക്ഷൻ, ഇതൊക്കെയാണ് അവരുടെ ഒരു സ്ട്രാറ്റജീസ്. പിന്നെ പല സംഗതികളും ഇതോടനുബന്ധിച്ച് പറയുന്നുണ്ട്. സേഫായിട്ട് ഇത് ഉപയോഗിക്കുന്നതിനെ പറ്റി, സേഫ് ലെവൽ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കിങ്, അങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ പ്രൊമോട്ട് ചെയ്യാന്നൊന്നും പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയാവില്ല. കംപ്ലീറ്റ് നിർത്താനായിട്ടൊക്കെ അഡ്വൈസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അവർ പറഞ്ഞാൽ കുറച്ച് കഴിക്കുക, ഒരുപാട് കഴിക്കുന്നവരുടെ കൂടെ ചേർന്ന് കഴിക്കാൻ പോകാതിരിക്കുക, ഒറ്റയ്ക്ക് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആഹാരമോ കഴിച്ചിട്ട് നീ കുറച്ച് കഴിയടേ എന്നൊക്കെ എന്ന ആ ഒരു സ്റ്റൈൽ. അതിൻ്റെ വാക്ക് ഈ സേഫ് ഡ്രിങ്കിങ് എന്നല്ല, ഹാം റിഡക്ഷൻ എന്ന് പറയും, ഹാം കുറയ്ക്കുക. അപ്പോൾ അതാണ് ഈ ഓപ്പിയോയിഡ് ഡ്രഗിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അതിനകത്ത് ബ്രൗൺ ഷുഗർ, അത് ഈ മോർഫിൻ്റെ ഒരു ഡെറിവേറ്റീവാണ്, ഡയസെറ്റൈൽ മോർഫിൻ. അത് കത്തിച്ച് സിഗരറ്റിൻ്റെ ഫോയിൽ വെച്ച് ചൂടാക്കി വലിക്കും, കൂടാതെ അതിനെ വെള്ളത്തിൽ കലക്കി കുത്തിവെക്കുകയും ചെയ്യും. അതാണ് IV ഡ്രഗ് അബ്യൂസ് ആണ്. പിന്നെ പെത്തിഡിൻ, മോർഫിൻ, പെൻഡസോസൈനൊക്കെ കുത്തിവെക്കുകയും ചെയ്യും. അപ്പോൾ IV ഡ്രഗ് അബ്യൂസിൻ്റെ ഒരു ഡേഞ്ചർ, സിറിഞ്ച് നീഡിലും സ്റ്റെറൈൽ അല്ലെങ്കിൽ അവന് ഹി സ്റ്റാൻഡ് റിസ്ക് ഓഫ് HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C എല്ലാം ഈ സിറിഞ്ചിൽ കൂടെ തന്നെ ഇവർ സുഹൃത്തുക്കൾ അങ്ങോട്ട് ചെന്ന് പാസ് ചെയ്തൊക്കെ സിഗരറ്റും ബീഡിയും വലിക്കും. അതുപോലെ പാസ് ചെയ്ത് സിറിഞ്ച് കുത്തിവെക്കും. അപ്പോൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യാം. അത്തരമുള്ള ഡെത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, എനിക്കറിയാം. ഇവിടെ കുറച്ച് IV ഡ്രഗ് അബ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പേരൊക്കെ അധികം കാണാറില്ല ഈ കോവളം ഭാഗത്ത്. എപ്പോഴും ഈ ടൂറിസം ഉള്ള സ്ഥലം, ചില ക്യാമ്പസുകൾ, ടൂറിസം കൂടുതൽ വ്യാപകമുള്ളിടത്തൊക്കെയാണ് ഇത്തരം ഡ്രഗുകൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. എല്ലായിടത്തും. ഇപ്പോൾ കന്നാബിസൊക്കെ ഏത് മുക്കിൽ പോയാലും അവിടെയൊക്കെ കാണും. ഇതുള്ളവർക്ക് അറിയാം അത് ഇവിടെ ഉണ്ട്, ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്നൊക്കെ അമ്മമാർ വാങ്ങിച്ചോളും. മദ്യം പിന്നെ സർക്കാർ തന്നെ വിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല, പോയി വാങ്ങിക്കാം. ഇതിൻ്റെ പ്രശ്നം 10 പേര് ഇത് ഉപയോഗിക്കുകയാണെന്ന് വയ്ക്കുക. 10 കുട്ടികൾ, അഡോളസൻ കുട്ടികളാണിത് പരീക്ഷിക്കുന്നത്. 10 കുട്ടികൾ ഉപയോഗിക്കുന്നത്, 9 പേർക്കും പ്രശ്നമൊന്നും കാണത്തില്ല. അവരങ്ങ് ഒരിക്കൽ കഴിച്ചു, ഛർദ്ദിച്ചു, പിന്നെ നിർത്തി, അല്ലെങ്കിൽ ആരോ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചു. ഇതിൽ ഏതാനും 1-2 പേര് പിന്നെ ഇത് വീണ്ടും വീണ്ടും പരീക്ഷിക്കുകയും ഇതിന് ഡിപ്പെൻഡൻ്റായി തീരുകയും ചെയ്യാം. ഇതാരാണ് അപ്രകാരം ഇതിൽ പെട്ടുപോകണമെന്ന് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധ്യമല്ല. അത് അവൻ്റെ പാരമ്പര്യം, അവൻ്റെ അച്ഛനമ്മമാരുടേത്, അവൻ്റെ ജീൻസ്, അവൻ്റെ ഒരു സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യണ രീതി, അവൻ്റെ ഒരുപാട് കോപ്പിംഗ് മെക്കാനിസം, ഒരുപാട് ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ് ഇയാൾ ഒരു അഡിക്റ്റായി തീരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുക. അതുകൊണ്ട് ആരും ഇത് പരീക്ഷിക്കാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് കുട്ടികളോട് നമുക്കെപ്പോഴും പറയാറുള്ളത്. മുതിർന്ന ആളുകൾ മാതൃക കാട്ടുക. വീട്ടിൽ പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ അടുത്ത് നമ്മൾ പ്രത്യേകിച്ച് നീ വലിക്കല്ലടാ കുടിക്കല്ലടെന്ന് പറയാൻ ഒക്കില്ലല്ലോ. അപ്പം രക്ഷകർത്താക്കൾ മാതൃകളായിരിക്കുക. സമൂഹത്തിൽ മൊത്തത്തിൽ ഇതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടായിരിക്കുക. കുട്ടികളുടെ ഇടയിൽ വലിയ അവബോധം ഉണ്ടാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത് തടയുക എന്നുള്ളത് വലിയൊരു ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ ലൈനിലുള്ള എഫർട്ടുകൾ വേണം. പുനരധിവാസവും ചികിത്സയൊക്കെ അതിൻ്റെ കൂടെ വരുന്നതാണ്. അത്തരം സെൻറ്റേഴ്സൊക്കെ ഉണ്ട്, കുറേയൊക്കെ ഫലപ്രദമാണ്. രോഗികളെ കൊണ്ട് ചികിത്സിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരം കൂടുതൽ കേന്ദ്രങ്ങൾ വരേണ്ടതുണ്ട്. അതിന് അവിടെ പോകുന്നതിന് സ്റ്റിഗ്മ ഉണ്ട്, ഒരുപാട് മിസ്കൺസെപ്റ്റ്സ് ഉണ്ട്. അവിടെ പോയി ചികിത്സിച്ചാൽ പിന്നെ കുടിച്ചാൽ ചത്തുപോകും, അതങ്ങനെയൊക്കെ ചുമ്മാണ്. പിന്നെ ഇതിൽ ചൂഷണമുണ്ട്, ഇതിനകത്ത് ഒരുപാട് കള്ളത്തനങ്ങളുണ്ട്. പേപ്പറിലൊക്കെ പരസ്യം കാണാം, മദ്യം രോഗി അറിയാതെ കുടി മാറ്റാം, ഒരു പൊതി 5000 രൂപ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മരുന്ന് പാഴ്സലിലൊക്കെ വരുത്തും. എന്തെങ്കിലും മരുന്ന് പൊടിയായിരിക്കും, ചിലപ്പം ഈ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഗുളിക തന്നെ പൊടിച്ച പൊടിയായിരിക്കും, ഡൈസൾഫറാം ആയിരിക്കും, വേറെ വല്ലതും ആയിരിക്കും. അങ്ങനെ രോഗി അറിയാതെ ചികിത്സിച്ചൊക്കെ അത് മാറ്റാനായിട്ട് പാടാണ്. ആദ്യമായിട്ട് രോഗിയെ കൗൺസിൽ ചെയ്ത് ഷുഡ് ബി മോട്ടിവേഷണൽ കൗൺസിലിംഗ് കൊടുത്ത് മോട്ടിവേറ്റഡ് മേക്ക് എ ചേഞ്ച്. അപ്പോൾ അതിന് കുടുംബത്തിൻ്റെ സപ്പോർട്ട്, ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ സപ്പോർട്ട്, ഇതെല്ലാം കൂടെ കൊണ്ട് മാറി നിന്ന് ഡിസിഷൻ എടുത്ത് മറ്റ് അസോസിയേറ്റ് പ്രോബ്ലംസ് എല്ലാം ചികിത്സിച്ച്, ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച്, ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച്, ഉറക്കം അല്ലെങ്കിൽ അതിന് മരുന്ന് കൊടുത്ത്, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ചെയ്ത്, ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്ത്, എല്ലാം കോമോർബിഡിറ്റീസ് എല്ലാം ചികിത്സിച്ച് അദ്ദേഹത്തിന് വീണ്ടും കുടുംബത്തിൻ്റെ സപ്പോർട്ടും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പിടിച്ച് നിൽക്കാനൊക്കെ ഉള്ളൂ. വീണ്ടും തിരിച്ച് ആ ഒരു എൻവയൺമെൻറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും സാമ്പത്തിക പ്രശ്നങ്ങളോ ക്ലാഷോ വൈഫുമായിട്ടോ എന്തെങ്കിലുമൊക്കെ ആണ്, ഹീ ഈസ് കമ്മിങ് ബാക്ക് ടു ദ സെയിം സിറ്റുവേഷൻ.
വീണ്ടും അതിൽ പെടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗമാണ്, ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ്. രോഗം വലിച്ചു വയ്ക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വീട്ടിലെ രക്ഷകർത്താക്കളൊക്കെ കുട്ടികളിൽ എന്തെങ്കിലും ഒരു അസാധാരണമായിട്ട് എന്തെങ്കിലും കാണുക, പുതിയ കൂട്ടുകാർ പ്രത്യക്ഷപ്പെടുക, അവൻ്റെ പോക്കറ്റിൽ വല്ല ബീഡിയുടെ പൊടിയാസ് എന്തെങ്കിലും കാണണമെങ്കിൽ ഇതൊക്കെ ചെക്ക് ചെയ്യണം. സ്കൂളിൽ പോയിട്ട് കുട്ടിയുടെ സ്വഭാവമൊക്കെ ഒരു വിലയിരുത്തുക, സ്കൂളിൻ്റെ പരിസരത്തൊക്കെ കറങ്ങി നിൽക്കുന്നത് ശരിയല്ലെന്ന് പറയും. ഇങ്ങനെയൊക്കെ കുട്ടികളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ എപ്പോഴും മൗനിയായിരിക്കുക, കൂടുതൽ കോപം കാണിക്കുക, കണ്ണ് ചുവന്നിരിക്കുക, അതൊക്കെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചുകൊണ്ടാകാം. അപ്പോൾ അതൊക്കെ നമ്മൾ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളും രക്ഷകർത്താക്കളും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്താലേ അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. സാറിപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ ലഹരി എന്ന് പറയുന്നത് എനിക്കൊന്ന് മാനസിക രോഗത്തേക്കാൾ അപകടകാരിയാണെന്ന് തോന്നുന്നു. മാനസിക രോഗം ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ലഹരി. ഈ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾക്കെല്ലാം പറഞ്ഞപ്പോഴാണ് അത് ആലോചിച്ചത്. ഏതൊരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലും ഒരു ലഹരിയുടെ ഉപയോഗം കാണും. അപ്പോൾ അത്രത്തോളം സമൂഹത്തെ നശിപ്പിക്കുന്ന ലെവലിലേക്ക് ലഹരികൾ വളർന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം സാറ് പറഞ്ഞ പോലെ തന്നെ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നിയമം കൊണ്ട് ഇതൊക്കെ അങ്ങ് നിരോധിച്ചൂടെ. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ചുമ്മാ ഒരു നിയമം കൊണ്ടങ്ങ് നിരോധിച്ചാൽ നടക്കില്ല. നിയമം കൊണ്ട് ഇവിടെ നിരോധിച്ചാൽ അപ്പുറത്തുനിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ അതിന് വേറൊരു വഴി കണ്ടെത്തും. അപ്പോൾ നിയമമല്ല, ബോധവൽക്കരണം, അവബോധം സൃഷ്ടിക്കൽ തന്നെയാണ് പ്രധാനം. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വരിക, അത് രോഗിയായവരായാലും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, പിന്നെ അവരുടെ അനുഭവങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് ഇത്തരം ദുരവസ്ഥയിലേക്ക് പോവുകയാണ്, കുടുംബം നശിക്കുകയാണ് ലഹരി കൊണ്ട്, കുട്ടികൾ നശിക്കുകയാണ്, ഒരു രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ട് ബുദ്ധിയും ബോധവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതെ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുക. വീട്ടിൽ എത്ര തിരക്കുണ്ടെങ്കിലും, രക്ഷകർത്താക്കൾ എത്ര തിരക്കുള്ള ജോലിയിലുള്ളവരായാലും എത്ര തിരക്കുള്ളവരാണെങ്കിലും കുട്ടികളോട് കുറച്ച് സമയം ചിലവഴിക്കുക. സാറ് പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ അവരിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ കണ്ണ് ചുവക്കുക, ബിഹേവിയർ മാറുക, ഒറ്റയ്ക്കിരിക്കുക, അത്തരം ഏതൊരു ലക്ഷണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാലും നിങ്ങളത് അറിവുള്ളവരോട്, അതായത് സാധാരണക്കാരോടല്ല, അറിവുള്ളവരോട് തന്നെ, അത് വളരെ പ്രധാനമാണ്, പഠിച്ച ആരോഗ്യ പ്രവർത്തകരോട് തന്നെ ചർച്ച ചെയ്യുക. എന്നാൽ മാത്രമേ അതിലേക്ക് കൃത്യമായി എത്തുള്ളൂ. എങ്കിൽ മാത്രമേ കൃത്യമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. നാളെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നാൾ ഇങ്ങനെ പോട്ടെ, സാറ് പറഞ്ഞാൽ സമയം ശരിയാവുന്നവരെ പോട്ടെ, അങ്ങനെയൊന്നും വെച്ചിരിക്കരുത്. സമയം ശരിയാവുന്നത് ഇപ്പോഴാണ്. നിങ്ങൾ ഡോക്ടറെ കാണുമ്പോഴാണ് സമയം ശരിയാവുന്നത്. ഒരുപക്ഷെ സമയം ശരിയാവാനൊരു കാരണം ഡോക്ടറായിരിക്കാം. അപ്പോൾ അതിലേക്ക് തന്നെ പോവുക. ഇത്രയും നിങ്ങൾക്ക് ചുറ്റും അവൈലബിൾ ആയിരിക്കുമ്പോൾ അത് പരമാവധി ഉപയോഗിക്കുക. അപ്പോൾ സാറ് ഇത്രയും നേരം വളരെ വിലപ്പെട്ട കുറേ കാര്യങ്ങൾ സാറിൻ്റെ ഇത്രയും വർഷത്തെ 4 പതിറ്റാണ്ടിൻ്റെ അനുഭവങ്ങളിലൂടെ ഒരു സമൂഹത്തിലേക്ക് നൽകി. സാറിൻ്റെ ഇത്രയും വിലയേറിയ സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി സാർ. താങ്ക് യു.